പോലെ അല്ലടാ, ശരിക്കും ഭീകര മഞ്ഞ് വീഴ്ചയായിരുന്നു നല്ല രാത്രി മൊത്തം. കണ്ടില്ലേ, വേറെ ലെവല് ഫീല്. നോക്കിയാ നിങ്ങൾ, അതൊന്നും കാണാൻ പോലും പറ്റില്ല ഇവിടുന്ന് എനിക്ക്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറെ വൈബാട്ടാ. നമ്മുടെ വണ്ടി ഓടിക്കണുണ്ടോ, അത് ജോൺസൺ കാണുന്നുണ്ടോ? നമ്മുടെ വണ്ടി ഏകദേശം അവിടെ ഉണ്ട്, നമുക്ക് നോക്കി കാണാം. വേറെ ലെവലല്ലേ. നോക്കി നിങ്ങൾ, ഇവിടെ റൂമിൻ്റെ അവിടെ ഉണ്ട്. രാത്രി ഉണ്ടായി ഇതൊക്കെ. അയ്യോ, അടിപൊളി ഉണ്ട്. നമ്മുടെ ആശാനൊന്നും നോക്കട്ടെ എന്നിട്ട് അവസ്ഥ. അയ്യോ, ഫുൾ ഐസും കൂടിയല്ലോ. എന്താ പോലെ കാണാൻ തുടക്കം നമ്മുടെ ജിപ്സി കേട്ടാ. നമ്മുടെ വണ്ടി ഇരിക്കണ എൻ്റെ പൊന്നാശാന. അയ്യോ, നമ്മുടെ വണ്ടിമേക്ക് നിറച്ച് പൊട്ടി അടിച്ചു. ആ ചേട്ടൻ വന്നിട്ട് അടിച്ചിട്ട് കണ്ടോ, ഇവിടെ റിവേഴ്സ് അടിച്ചത് ഒരുത്തൻ, ഒരു നാനോകാരൻ. കണ്ടില്ലേ മക്കളെ, ഐസി അങ്ങനെ കയ്യിലെടുക്കണേടാ. അതെ, ഇങ്ങനെ എടുക്കണല്ലോ, വയ്യ കൈ മരയിപ്പിക്കാൻ. ഗ്ലൗ ഇട്ടിട്ടില്ല കണ്ടാ, ഇങ്ങനെയുണ്ട്. ഓ ഓ മഞ്ഞ് മഞ്ഞ് അപ്പം മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫസ്റ്റത്തെ ഇൻട്രോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ സ്മൈൽ ബിഗിൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇനിയുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതേ നോക്കി നിങ്ങൾ, മഞ്ഞ് ഇത് കാണിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അതാ കേട്ടില്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മിക്കതും മൊത്തം മഞ്ഞിൻ്റെ വീഡിയോസ് ആയിരിക്കും മിക്കതും. കാരണം നമുക്ക് ഇവിടുന്ന് മഞ്ഞും മഴ കുറഞ്ഞിട്ട് ഇത്തിരി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കുക, നേരെ ഇറങ്ങാം. അടിമ്പ ടെമ്പിൾ, മോൾ റോഡ്, അങ്ങനെ 2-3 സ്ഥലം കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മഞ്ഞ് കൂടുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ നാളേക്ക് ആക്കും. എന്തായാലും 2-3 ദിവസം ഉണ്ടാവും മണലിനി ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടിയും സ്മൈൽ ബിഗിൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഫ്രെയിം കണ്ടില്ലേ നിങ്ങൾ? കൂടുതലൊന്നും പറയില്ല, കാരണം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോപ്രോയും അതുപോലെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ പറയാൻ വന്നത്, ഇന്ന് നമ്മൾ പോകാൻ പോണതേ അടിയമ്പ ടെമ്പിൾ. നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ പക്ഷെ അവിടെ മഞ്ഞ് കയറിയിട്ട് എന്താ സീനായിട്ടുണ്ടെന്ന് പറയണത് കേൾക്കുന്നുണ്ട്. അറിയില്ല എന്താന്ന്. നമുക്ക് എന്തെങ്കിലും പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, എന്തായാലും നൈസായിട്ട് ഫുഡ് അടിക്കാം. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ചില കടകളൊന്നും തുറന്നു തുടങ്ങിയിട്ടില്ല. ഇവിടെ വെയിൽ നോക്കിയിരുന്ന കഴിഞ്ഞാൽ നടക്കില്ല രാവിലത്തെ ഫുഡ് അടി. നമുക്കിപ്പോൾ പതുക്കാനും വിടാം അവിടെ നിന്ന്. നോക്കി നിങ്ങൾ ആംബിയൻസ് ഒന്നും പറയില്ല കേട്ടാ. ഇനി കാണാൻ കിടക്കണല്ലോ, അവിടേക്ക് മുകളിലേക്കൊക്കെ പോയിട്ട് കാണാൻ കിടക്കണല്ലോ കേട്ടാ. അപ്പോൾ ആയോ, ഇനി നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് നടക്കാം. തോൺസ വീടോ നീ? ഈ സാധനം കണ്ട വേണേ, മുകളിൽ നിന്ന് അങ്ങനെ വേണ്ട കണ്ടാ. ഞാൻ ഇവിടുന്ന് കാണിച്ചിട്ടാ. വേണ്ടാ, ചായ ഡേഞ്ചറാ ഈ സാധനം. നൈസായിട്ട് വീഴും ചിലപ്പോ. ഉണ്ടാ ഇങ്ങനെ ഇവിടെ അവസ്ഥ മക്കളെ. ഈ ജിപ്സിയുടെ ഓണറാട്ടാ നമ്മുടെ ഇയാള്. आपका नाम? मेरा नाम कर्मा है. कर्मा मनाली. कर्मा मनाली. My home is Ladakh. हाँ, Yeah. you're from Ladakh? Zanskar Valley. हाँ, Leh Ladakh. अभी लेह लद्दाख रोड क्लोज हो गया. अभी No, close. हो गया. Close. हाँ, This time is close. അതെ. My home is all Zanskar Valley. ഓക്കെ ഭയ്യ. നമ്മൾ ചായ കൂടി ഇങ്ങനെ ഫ്രെയിം കണ്ടോ? ചായ കൂടി കഴിഞ്ഞതിൻ്റെ അയ്യോ നോക്കിയാൻ തണുപ്പിലാടാ നമ്മുടെ ഒപ്പം നമ്മുടെ ആശാനും കണ്ടില്ലേ. ഫീൽ ചെയ്യാം സംഗതി. നമ്മുടെ കാലൊക്കെ മരവിച്ച് തുടങ്ങി. ഈ ചായ കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ റൂമിൽ പോവാ. ഒന്ന് ഹീറ്റർ ഒന്ന് ഓണാക്കിയിട്ട് അവിടെ ഇരിക്കുക കുറച്ച് നേരം, എന്നിട്ട് പോവാ. പോണണ്ട യാക്ക് ഇതിനൊരു കൂസലില്ല, വലിച്ച് കയറ്റങ്ങണ്ട്. കമ്പിളിക്കുള്ള മുതൽ അതിന് മേത്തുണ്ട്. ഫീല ഒരു കുട്ടി പട്ടി തന്നെയാണ് അതിൻ്റെ. അപ്പോൾ അതിന് പട്ടികൾക്ക് ബുദ്ധിയില്ലടാ, അതല്ലേ. ഇതാടാ ക്ലീൻ ചെയ്യണണ്ട. ക്ലീനിങ് മോഡ് ഓൺ കണ്ടില്ലേ. ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് റൂട്ടുകൾ തരാവില്ല, അതവർക്ക് അറിയാം കണ്ടാ. പോണേ
കളറല്ലേ ജേഴ്സി ഇവിടെ ജോൺസേ? ഞാൻ അത്ര ആദ്യമായിട്ട് ഇത്രയും വൃത്തിയുള്ള ആ ഞാനത് നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്കൊന്നും ഇല്ല ജേഴ്സി ഇവിടെ കളറ്. അപ്പൊ നമുക്ക് നൈസായിട്ട് നീ പോവാം, റൂമിൽ പോവാം. ഇവിടെ കുറച്ച് ഐസ് കൂടുതല, തെന്നുണ്ട് ചെറുതായിട്ട്. നോക്കി പോയില്ലെങ്കിൽ വണ്ടി കഴിഞ്ഞു പോകും. ബാക്കിയൊക്കെ ഓക്കെ. നമ്മുടെ ആശാനെ പാർക്ക് ചെയ്യാൻ പോവാ. വ്യൂ കണ്ട മക്കളെ, വ്യൂ അതിനുണ്ട്. ഇത് നമ്മുടെ ചാർലി നടന്നുണ്ട്, ചാർലി. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടാ, കണ്ട അതിനുണ്ട്. വേറെ വൈബല്ലേ? ഇതിന് ഫ്രെയിം നോക്കിയേ നിങ്ങള്, നോക്കിയറാ എന്റെ പൊന്നു. വേറെ വേറെ മൂടാ സത്യം പറയാലോ. ശരിക്കും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം. കൊറോണ കാലത്ത് ഇത് പറയാൻ പാടില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലാ. പ്രത്യേകിച്ച് ഈ ഒരു ഹോട്ടൽ സ്റ്റേ, പ്രത്യേകിച്ച് മലയാളികളുടെ സ്റ്റേയാ. നമ്മൾ വന്ന വഴിയിട്ടാ ഇത് കണ്ടാ. ദേ നമ്മൾ ഇതാണ് നമ്മുടെ മണാലി തട്ടുകട. ഏതാ? ആ മണാലി തട്ടുകട. ഇത് നമ്മുടെ ബ്രോ, ഇവിടുത്തെ ബ്രോ. എന്തേലും പറയേ, എന്താണ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? നമ്മുടെ സ്നോഫോൾ ആണ്, ഹെവി സ്നോഫോൾ. ഡിസംബറും ജനുവരി ഒക്കെ നല്ല സമയമാണ് വരാൻ. ഇതിപ്പോ നമുക്കിപ്പോ ഈ മണാലി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റുക? എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ? നമ്പർ ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ എന്താണ് പറയാ, ഇപ്പൊ അടിമ്പ ടെമ്പിളിന്റെ അടുത്തല്ലേ? 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഓൾഡ് മണാലി അടിമ്പ ടെമ്പിളിന്റെ അടുത്താണ്. അങ്ങോട്ട് നീങ്ങുന്നേ. ഇവിടെ ഭയങ്കര മഞ്ഞുണ്ട്. ഉള്ളി കിടന്നു. അല്ല ബ്രോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പൊ മണാലി വരുന്നവർക്ക് എങ്ങനെ ഇവിടേക്ക് എത്താൻ പറ്റാ? മണാലി വന്നാൽ മണാലി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. 1.5 കിലോമീറ്റർ നടക്കും ചെയ്യാം, ഓട്ടോക്ക് 100 രൂപയാവും എത്താം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര് എങ്ങനെയാ? ഈ മണാലി തട്ടുകട എന്ന് പറഞ്ഞറിയോ? ഇല്ല, ലോകട്ട് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിമ്പ ടെമ്പിൾ എന്ന് പറയും. അടിമ്പ ടെമ്പിൾ ലോകട്ട് ഏരിയ അല്ലേ? അവിടെ നിന്നിട്ട് ബ്രോനും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബ്രോനും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഇവിടെ എത്താൻ പറ്റും. കുഴപ്പമില്ലല്ലേ? നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കേരള ഫുഡാണ്. കടലയും ദോശയും. അത് നമ്മുടെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, വേറൊരു നിങ്ങളുടെ തന്നെ പാർട്ണറില്ലേ ഒരാള്, ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആംബിയൻസ് വേറെ ലെവലിനായിട്ട് ബ്രോ കൊടുത്തത്, സത്യം പറയാലോ. അപ്പൊ മണാലി തട്ടുകട കേട്ടാ, ആരും മറക്കണ്ടതേ. വേണ്ട എന്താ പേര് പറഞ്ഞ? നിജാസ്. എനിക്ക് ഇവന്റെ വായുക്ക് ഇങ്ങനെ ഇതാവുണ്ട്, അതാ. അപ്പൊ ഞാൻ നമ്പർ എന്തായാലും മടിയിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും മണാലി വരാണെങ്കിൽ ഒരു മലയാളി ആംബിയൻസിന് വേണ്ടിട്ട് ഇവിടെ വരാ. ഇവിടെ തങ്ങാ, അടിപൊളി ഫുഡാണ്. മലയാളി കേരള തനിമയാണ് മൊത്തത്തില്. മണാലി തട്ടുകട എന്നാ ഇവിടുത്തെ ഇവരുടെ ചെറിയൊരു ഹോട്ടലിന് പേരിട്ടാക്കണ. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോ ട്രീറ്റ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം. നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങിയതാടാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. പിന്നെയും നോക്കിയേ, അപ്പളേക്കും കോട വന്ന് നിറഞ്ഞു മക്കളെ, കണ്ടാ. അയ്യോ നോക്കിയാ നിങ്ങള്. പിന്നെ നമ്മള് നടന്ന വഴികളൊക്കെ എന്നാ അവസ്ഥ കണ്ടില്ലേ? നേരത്തെ കാണിച്ചു ഭാഗ്യല്ല ജോൺസ് ഇവിടേക്ക്, അല്ലെങ്കിൽ പണി പാടില്ലേ. അതെ, ഇനി നമുക്ക് നൈസായിട്ട് ഫുഡ് അടിക്കാം. ആ നോക്കിയാണ് നേരെ വഴുക്കൂട്ടാ. അപ്പൊ പോലെ അപ്പോ ഇതേട്ടാ നമ്മൾ നടന്നിട്ടാ വന്നേണ. ഇനി ബൈക്ക് എടുക്കാനേ മടി, കാരണം തണുപ്പൊന്നുകൂടി കൂടിയിട്ടാ. എന്നാ കോടാണ്ടാ. ഇതേടാ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പോണേ. ഈ ധാബ, സുരാജ് ധാബയില് കണ്ടാ. ഇവിടുന്ന് മനസ്സടിക്കലേ. ഈശ്വര, മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കട്ടാ, രക്ഷയില്ലാണ്ട്. ഇതേടാ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. ഇതായത് നമുക്ക് ഉണ്ടാക്കി തന്നെ ആൻറ്റി ചേട്ടാ. വൃത്തികേട് ഒന്നും ഇല്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിക്കന്നെ നൈസായിട്ട് സാധനം കൊണ്ട് ഇട്ടിട്ട്. എവിടെ ബ്രെഡ് വെച്ചിട്ടുണ്ടോ? ബട്ടർ തേച്ചിട്ടുണ്ടെന്ന്. ബട്ടർ ആണി ഇങ്ങനെയാണ് ഇത് ചെയ്യാനാ? ബട്ടറാണാ? അതെ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിടാം, എന്നിട്ട് ഇങ്ങനെ ഇടാം. കളി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം വന്നിട്ടാ.
കണ്ടാ ആംബിയൻസ് കാണിച്ചു കൊടുത്താ ജോൺസൺ കണ്ടാ മഞ്ഞാട്ടാ ഫുള്ള് മഞ്ഞ കണ്ടാ. അപ്പോൾ ബ്രെഡും ഓംപ്ലേറ്റും മാഗി തീറ്റ് നിർത്താൻ പറഞ്ഞു കുറേ പേര്, വീട്ടുകാരും കസിൻസും ഫ്രണ്ട്സൊക്കെ മാഗി തീറ്റ് കുറക്കി ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെ നൈസായിട്ട് ചായ കുടിച്ചു, ബ്രെഡ് ഓംപ്ലേറ്റും ഇങ്ങനെ എടുക്കുക. തണവൊന്നും അറിയില്ല, കണ്ടില്ലേ പുക ഇങ്ങനെ വലിക്കുക. മുട്ട തിരിക്കരിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ ബാക്കിയൊക്കെ പക്കയാ. ജോൺസൺ ഉണ്ടറാ കൊതി വിടാടാ പാവം. അതിനിട്ടോ ചെറുത് എന്റെ മുട്ട കരിഞ്ഞിട്ടില്ലേ? അന്റെ കരിഞ്ഞുണ്ടാ എങ്ങനെയായിട്ട് കരിഞ്ഞു എന്റെ സാധനം അടിപൊളി തണുപ്പ് നല്ല ചൂടുള്ള കണ്ടാ കരിഞ്ഞങ്ങനെ. ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ മറ്റേ സാധനം നിലത്തേക്ക് വീഴും, വരണ്ട കഴിഞ്ഞടാ നമ്മുടെ തലയിലേക്കൊന്ന് കിട്ടി. അപ്പൊ എന്തായാലും എനിക്ക് കഴിഞ്ഞിട്ട് കാണാം കേടാ. ഉറക്കം വരണ്ടേ, കാരണം ഇന്നലെ 2 മണിക്ക് ഉറങ്ങിയ മര്യാദക്ക് ബ്രീത്തിങ് ഒന്നും കിട്ടില്ല തണുപ്പ് കൂടിയിട്ടേ. അപ്പൊ അങ്ങനെ ഇഡ്ലി വട ചെറുപ്പ എന്റെ പൈസ ഇല്ല, അവന്റെ പൈസ തന്നില്ല. ദുഷ്ടൻ. ഇവിടെ ഫുള്ള് ഇപ്പോൾ ഫോറിനേഴ്സും അതുപോലെ എന്താ പറയാ ടൂറിസ്റ്റുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. നമുക്ക് അങ്ങോട്ട് പോയാലോ? കാരണം അങ്ങോട്ട് നടക്കണം നല്ലത്, പിടിക്കാൻ നടക്കുന്നില്ലടാ അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് സോലാങ് വാലി, പിന്നെ ടണലും. ബൈക്കിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്, നമ്മൾ ബൈക്ക് ജസ്റ്റ് ഇറക്കി നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് പോകും. എവിടേക്ക്? ഈ പറഞ്ഞ പോലത്തെ ജീപ്പിൽ വരച്ചിട്ടേ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ. ജീപ്പിൽ പോകും, ജീപ്പിൽ. അപ്പോൾ ജിപ്സിയിലൊക്കെ പോകുകയാണെങ്കിൽ 1500 പറയണം പെർ ഹെഡിന് ഒരാൾക്ക്. സോലാങ് വാലി മാത്രം പോയിട്ട് ഇവിടെ നിന്ന് 12-18 കിലോമീറ്റർ ഉണ്ട്. ടണലിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ടണലിലേക്ക് പോകാൻ പറ്റണം ശരിക്കും, ബൈക്കും കൊണ്ട് പോകണം ശരിക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നത്. ബൈക്കിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഈ ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ മൊത്തത്തിൽ. പക്ഷേ അപ്പോൾ നമുക്ക് ബൈക്ക് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി പോലീസുകാർ നമ്മൾ എവിടെ തടയണോ അവിടെ വരെ നമ്മൾ പോകും ഇന്ന് എന്തായാലും. എന്താണ് അപ്പോൾ പരമാവധി നമ്മൾ പോകാൻ നോക്കും. അല്ലെങ്കിൽ ഒരു ജീപ്പുകാരുടെ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചോട്ടെ, ജീപ്പിൽ പോവാം, മറ്റേ ജിപ്സിലും സുമോയിലൊക്കെ പോവാം. അറിയില്ലേ, നോക്കിയോട്ടെ. അപ്പോൾ ഒന്ന് സോലാങ് വാലിയും അതുപോലെ ഈ പറഞ്ഞ ടണലും പറ്റുകയാണെങ്കിൽ നമ്മൾ കവർ ചെയ്യും. എന്തായാലും കവർ ചെയ്യും. പക്ഷേ ബൈക്കിൽ പറ്റുകയാണെങ്കിൽ കവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അവിടേക്ക് എത്തും. ഹസ്കി റൈഡാന്ന് കൊണ്ടിട്ടാ. छोड़ एंट्री लेना हो। आपका नाम? मेरा नाम चंदन है। चंदन दे दो रे यूट्यूबर आटा। हे वीडियो पो आपका चैनल बताओ। Downhill Rider Palak. हाँ Downhill Rider Palak. So guys, do subscribe if you have not yet subscribed. Oh no हस्की है ना? हाँ ये छोटा वाला कितने दिन? 5 months 5 മാസമായിട്ട് ഹസ്കിട്ടാ. इनका नाम क्या है? Aira. आयरा 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 കണ്ണ് വേറെ ലെവലാ. ഇതിന്റെ കണ്ണ് വേറെ വൈബാട്ടാ. കണ്ണിനാണ് കാശ്. ഫുള്ള് മലയാളീസ് ഇവിടെ. ഇതൊക്കെ കാണുമ്പോ ഫുള്ള് മലയാളീസ് ഗ്യാങ്ങാ അവിടെ. ഇവര് നിങ്ങളെന്താ പോന്ന ബ്രോ? ഞങ്ങള് മറ്റന്നാൾ പോകും. അല്ല എന്നാ വന്നെന്ന് കൂടി? ഞങ്ങള് 24-ാം തീയതി വന്നു. 24-ാം തീയതി വന്നു. പിന്നെ 26-ാം തീയതി ഇവിടെ വന്നു. കൊറോണ ടൈമിലാട്ടാ ഈ കറക്കാം നോക്കിയാൻ. ആരും വെച്ചില്ല മാസ്ക് ഇവിടെ? ആരും വെച്ചില്ല, അതിന്റെ ആവശ്യമില്ല. എന്ത് മാസ്ക് ഇവിടെ കുറവാ. കൊറോണയുടെ ഇത് ഭയങ്കര കുറവാ. അതാ മൊത്തത്തില് വണ്ടിയേ മൊത്തം വെയിലടിച്ച് ഒരു ഇതായിന്ന് പറയാ. ചൂടായി ഓ കൈക്കിന് വെക്കുന്ന സുഖം അറിയപ്പോ. നമുക്ക് എന്തായാലും സോലാങ് വാലി എന്തായാലും ബൈക്കിൽ പോകാൻ പറ്റില്ല. കണ്ടില്ലേ ഒന്നും മാറിയിട്ടില്ല. ഇത്ര 2 മണിയായി മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സോലാങ് വാലി സുമോല പോകണം. അവിടേക്ക് വണ്ടി കടത്തി വിടല്ലേ ബൈക്കിന്. പിന്നെ നമ്മളിവിടെ ചെറിയൊരു ഫോട്ടോഗ്രാഫി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ആടാ ഒക്കെ നാട്ടിൽ നല്ല വണ്ടികളാടാ. 31
ബ്രോന്റെ പേര് എന്താണ്? സൂരജ്. ബ്രോന്റെ ആസിഫ്. ബ്രോന്റെ ബിബി 13 ട്ടാ. ഇത് നമ്മുടെ ആശാൻ 13 തന്നെ. 2-13 കണ്ണൂർ വണ്ടി. 31 എവിടെ ബ്രോ? അവിടെ ആലപ്പുഴ. ഫുൾ പവർ അടിക്കാട്ടോ അവിടെ, ഒന്നും നോക്കണ്ട. തണുത്തിട്ടേ വരട്ടെ, പവർ വരട്ടേട്ടാ. കാരണം പിന്നെന്താ, മഞ്ഞ് ഇതുവരെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ മഞ്ഞിലേക്ക് അവിടെ പോലീസ് അലോ ചെയ്യില്ല ബൈക്കിനെ. ടണലിലേക്ക് പോകാൻ പറ്റും, പക്ഷേ ടണലിലും മഞ്ഞ് കൂടി മൂടിയിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്നാലും സോലാങ്ങ് റൂട്ട് തന്നെ ആയിട്ടാണല്ലോ, നമുക്ക് പറ്റുകയാണെങ്കിൽ അതിലും കവർ ചെയ്യാം. ചുണ്ടൊക്കെ ഉണ്ടില്ലേ, 2 സെക്കൻഡോളം ഡ്രൈ ആവണം നോക്കും. ഇതിലേ പോകണ നമ്മൾ. അയ്യോ, നമ്മുടെ ആശാനായിട്ട് പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ ആ കേസിൽ ഓഫായി. ഒരു ഫീല് സത്യം പറഞ്ഞാൽ ആ ഒരു വൈബ്. എന്താ പറയുക, നമ്മളിവിടെ വണ്ടി ഓടിച്ച് വന്ന് നമുക്ക് ഈ മഞ്ഞ് കൂടെ പോയി നമ്മൾ പരമാവധി, പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ അത്ര പേടാ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. അതെ, നമ്മുടെ വണ്ടിയുടെ സെറ്റാണ്. ജോൺസൺ നീ ഓണല്ലേ ബൈക്കിൽ? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് ഈ പറഞ്ഞ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഫുള്ള് സ്നോ ആയ റോഡിൽ. അത് കാരണം നമ്മൾ പോകാത്തത്. നമ്മുടെ ഇപ്പോൾ ഒരു ഫാമിലി വരുന്നുണ്ട്, 2 പേര്. നിങ്ങൾ ഫ്ലാഗ് കണ്ടോ? ഫ്ലാഗ്, വിമാന ഫ്ലാഗ്. നമ്മൾ മറ്റേ സോലാങ് വാലി പോകുന്ന റൂട്ടാണോ? കണ്ടോ? അങ്ങനെയുണ്ട്, വൈബല്ലേ? ബൈക്കിൽ പോകേണ്ട വഴിയാ ശരിക്കും ഇതൊക്കെ. എന്ത് ചെയ്യാനാ? നമുക്ക് ഈ വഴി നോക്കണം. നമുക്ക് ഇവിടെ ലെഫ്റ്റ് കയറും, ചെറിയൊരു വഴി കൊടുത്ത് പോകും. അതാണ് പ്രശ്നം. കൊറോണ കാര്യം പറയും, ആരും മാസ്ക് വെച്ചിട്ടില്ല. നമ്മൾ പിന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടോ? ചെക്കിങ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ 8 രൂപ 10 രൂപയ്ക്ക് ഇവിടെ ഫൈൻ. ഇവിടെ ഈ സ്പോട്ടിൽ എന്താ വെച്ചാൽ എല്ലാവർക്കും മറ്റേ എന്താ പറയുക, സ്നോ ഡ്രസ്സ് കിട്ടുന്ന ഏരിയ കേട്ടോ. അപ്പോൾ സ്നോ ഡ്രസ്സ് വേണ്ടവർ ഇവിടെ വന്നിട്ട് എടുക്കണം. നമ്മൾ പറഞ്ഞു വേണ്ട, അതിന് നല്ല കാശം പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അടിയിൽ പോലീസുകാർ നിൽക്കണമായിരുന്നു ചെക്കിങ്ങിന്. ബൈക്കേഴ്സിനെ അലോഡല്ല ഈ റൂട്ടിൽ, ക്ലോസ് ചെയ്തൊക്കെ. കാരണം എപ്പോഴും തന്നെയാണ് ചാൻസ് ഉണ്ട്. അത് കാരണം റോഡിനെ നടുക്കിൽ എടുക്കണുണ്ടല്ലേ മഞ്ഞും കെട്ടേട്ടാ. നോക്കിയാൽ വല്ല ആൾക്കാരിനൊന്നും ഒരാളില്ല. കാരണം 1/2 മണിക്കൂറായി. കാരണം അവിടെ നിന്ന് ലോറി വരുന്നുണ്ട്. ആ ലോറിക്ക് വേണ്ടിയിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. അടില്ലേ 1/2 മണിക്കൂർ മഞ്ഞിൻ്റെ ഗല്ലിൽ കളിക്കണം കേട്ടാ. അടില്ലേ കേട്ടാ, മൊത്തം പോസ്റ്റോട് പോസ്റ്റ്. ഇനി എങ്ങനെ പോകാനാ? എടുത്തു വണ്ടി എടുത്തു. ഓ ഭാഗ്യം ചേട്ടാ. അവിടുത്തെ ഉള്ളതിൽ വെച്ചിട്ടൊരു ഫേമസ് ബ്രിഡ്ജ് കേട്ടാ, പൽച്ചൻ 2 ബ്രിഡ്ജ്. നമ്മൾ എത്തി തുടങ്ങിട്ടോ. 1/2 കിലോമീറ്ററിന് ഇവിടുന്ന്. ട്രാഫിക്കാ. ഇറങ്ങി നടക്കാനാണെങ്കിൽ എളുപ്പമല്ല. അത് കാരണം പിന്നെ വണ്ടിയിൽ ഇരിക്കുക. ഒന്നെങ്കിൽ 1500 കൊടുക്കുന്നല്ലേ മുതലാക്കണ്ട. നമ്മളിയാളെ വഴിയിൽ ഇറക്കി വിട്ടു. ഇനി ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട് നടക്കാൻ. ഇവിടുന്ന് ആ കാണുന്ന വഴിയിൽ നിന്ന് ഒരു 500 മീറ്റർ നടക്കാൻ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇവിടേക്ക് 2 റൂട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. കാരണം വേറെ ബൈക്കുകൾ ചെറുതായിട്ട് കാണില്ല ജോൺസാ. കാരണം കണ്ട അവിടെ ഒരു ബൈക്ക് എടുക്കണുണ്ടോ. പോലീസുകാർ പറഞ്ഞു അടിയിലേക്ക് ബൈക്ക് കടത്തി വിടില്ലാന്ന്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ 2-3 ബൈക്കായി ഇപ്പോൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് വരുമ്പോഴും തിരിച്ച് പോയിട്ട് വേണമെങ്കിൽ ബൈക്ക് എടുത്ത് തരാനുള്ള മൈൻഡൊക്കെ ആയത് ഞങ്ങൾക്ക്. നമ്മളിവിടെ വന്നിട്ട് ബൈക്കിൽ വരാണ്ട് എന്താ കാര്യം? കുഴപ്പമില്ല, നമ്മളിവിടെ സംഗതി ഇവിടെ എത്തും. അത് വേറെ കാര്യം. നമുക്ക് 1/2 കിലോമീറ്റർ നടക്കാണ്ട് ആൾ നൈസായിട്ട് പണി തന്നു. അവർ നമ്മുടെ ഒപ്പം വന്നവരാട്ടോ. മഞ്ഞ ജാക്കറ്റ് ഉണ്ടോ? അവർ മലയാളീസ് തന്നെയാണ്. അവർ ഡൽഹിയിൽ പഠിക്കുന്നവരാ. അപ്പോൾ വെക്കേഷൻ മൂഡ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാ. നൈസായിട്ട് മാസ്ക് പൊട്ടി. കാരണം ഇത് ഫസ്റ്റ് 1 ടൈം യൂസിങ്ങാ. നമ്മൾ മാസ്കിൻ്റെ ഇങ്ങനത്തെ ഒരു 2-3 പാക്കര കൊണ്ടുവന്നേക്കണേ. കണ്ടോ? അപ്പോൾ ജോൺസനുണ്ട്, അത് പൊട്ടിയിട്ടില്ല. അപ്പോൾ 2 റൗണ്ട് വാങ്ങിയിട്ട് പോകാൻ നല്ലത്. കാരണം നമുക്ക് മാസ്കിന് സീനുണ്ട് ഇവിടെ. അതാ ഇതേട്ടാ നമ്മുടെ പുതിയ മാസ്ക് കണ്ടില്ലേ? 30 രൂപ. ചായയോട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ നടക്കാൻ കണ്ടില്ലേ? അയ്യോ, അത് കഴിഞ്ഞ് വയ്യണ്ട തുടങ്ങിയില്ലേ? തണുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
വെറുപ്പില്ല. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടിയും നമുക്ക് നടന്നു കഴിഞ്ഞാൽ ശരിക്കും കാലും മരവിച്ച് തുടങ്ങും. ഇപ്പം ഞാൻ മരവിച്ച് തുടങ്ങി. ഇവിടെ കടയുടെ മുമ്പിൽ ക്ലീൻ ആക്കണണ്ട ബീവറേജ് ചേട്ടാ, പാവങ്ങൾ. ഇവിടുത്തെ മെയിൻ റൈഡ് ആട്ടോ, കണ്ടോ? സെൽഫായിട്ട് ഓടിക്കാം, പക്ഷെ ഡേഞ്ചറാ. ഇതേടാ സോലാങ് വാലി. ഇതിൻ്റെ പാർക്കിങ്ങാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടില്ലേ? ഇവിടെ 500 മീറ്റർ നടക്കണം നമ്മുടെ കാറിൻ്റെ അവിടേക്ക്. കാണാൻ നല്ല കിടില ഒരു വ്യൂ തന്നെയാണല്ലേ കാണത്തെ. ഓ വേറെ ഫീലാ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ടാ. അതാണ് കറക്റ്റ് വാലി. ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയ. ഇവിടെ നടക്കാണ്ട് ഒരു 200 മീറ്റർ കൂടി. മരത്തിൻ്റെ സൈസ് നോക്കിയാൻ എൻ്റെ പൊന്നെ, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ കാണിച്ചിട്ടാ അടുത്തേക്ക് കാണുമ്പോൾ ഇത്ര കിട്ടണല്ലോടാ. നോക്കിയാൻ എൻ്റെ പൊന്നോ, ആൾക്കാരെ ഉണ്ടല്ലേ നിങ്ങൾ മൊത്തത്തിൽ. ഇത് കണ്ടിട്ട് കൊറോണ തോന്നുന്നുണ്ടോ ജോൺസേ? എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടോ? പക്ഷേ നമ്മളും വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിനവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ റോപ്പ് വേയിൽ പോകാൻ വെച്ചതാ. ഇവിടെ കണ്ടോ റോപ്പ് വേ ആണോ മുന്നിൽ? ഞാൻ അടുത്തതിൽ കാണിച്ചിട്ടാ. ആ റോപ്പ് വേ ഇപ്പോൾ റണ്ണിങ് അല്ല, കൊറോണനെ ഇതാക്കിയിടാൻ തോന്നുന്നു. സംഗതി റണ്ണിങ് ഇല്ല ഇപ്പോൾ. സാധാരണ എല്ലാം പാരഗ്ലൈഡിങ് എല്ലാം ബാക്കിയുള്ള എല്ലാം ഓപ്പണാണ്. ഞാൻ ഞങ്ങളുടെ എത്തട്ടെ, പറയാൻ പറ്റില്ലേ, വയ്യാണ്ടായി തുടങ്ങി. നമ്മളിപ്പോൾ കറക്റ്റ് വാലിയിൽ എത്തിണ്ടാ. അയ്യോ അങ്ങനെ എത്തിണ്ടോ മക്കളെ? കറക്റ്റ് നമ്മൾ കയറിയുണ്ട്. നോക്കിയാൻ സോലാങ് വാലി കണ്ടില്ലേ? ഈ വാലിനെ പറഞ്ഞാൽ സോലാങ് കണ്ടില്ലേ? ഏറ്റവും ടോപ്പിലേക്ക് കണ്ടില്ലേ വരുന്ന ആൾക്കാർ ബോളിൽ വന്ന് ഇറങ്ങണം കേട്ടോ. ഒരു ടീം വേറെ ഫീലാട്ടോ മക്കളെ. നോക്കിയാൻ പോണേ വേറെ മൂഡ് ലാൻഡ് ചെയ്തു. ഇവിടെ മറ്റേ സ്നോയിൽ ഓടിക്കുന്ന വണ്ടിയില്ല കേട്ടോ മൊത്തം. കണ്ടാ വൈബല്ലേ? ഇതേ 400-500 രൂപ പറയണ ബൈക്കിൽ 2 ആൾക്ക് കയറാൻ. സെൽഫ് റൈഡ് 200 ചോദിച്ചിട്ട് കിട്ടില്ല. പക്ഷെ 200 കിട്ടും. കിട്ടണ അവിടെ പോകാനാ? ഇത്ര വണ്ടികളുണ്ട്, എന്തായാലും 200 കിട്ടും. അത് നമ്മുടെ പിന്നിലുണ്ട് കണ്ടാ അവൻ പറഞ്ഞേ. അത് നമ്മുടെ അടുത്തേക്ക് തന്നെ തന്നെയാ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവൻ വരുന്ന 200 രൂപയ്ക്ക്. കണ്ടാ അത് നമ്മുടെ പിന്നാലെ വന്നിട്ട് 200 രൂപയ്ക്ക് വരാൻ പറഞ്ഞിട്ട് പോകണം നോക്കാം. 100 രൂപയ്ക്ക് 150 ചോദിച്ചാൽ കിട്ടും. പക്ഷെ അത് കുഴപ്പമില്ല. 200 രൂപയ്ക്ക് പിന്നെയും ഒരു ഇതുണ്ട്, കുറച്ച് ന്യായം തോന്നുന്നുണ്ട്. അവൻ ആദ്യം 500 പറഞ്ഞു, അതൊക്കെ കുറച്ച് കുറയി പോയി. കേട്ടോ നമ്മുടെ വണ്ടി കയറില്ല. അപ്പോൾ ജോൺസ് കയറിക്കടാ. ജോൺസിന് ഓടിക്കുന്നു, ഞാൻ ഓടിപ്പിക്കണ്ടിരിക്കുമോ? കയറിണ്ടോ വണ്ടി? അതെ നമ്മുടെ ചെക്കനാ ഓടിക്കണ. അല്ല ചെക്കൻ നമ്മുടെ ഈ നടൻ ഇവനാ ശരിക്കും. പക്ഷെ ഇവൻ ഈ സെൽഫ് റൈഡ് എന്ന് പറഞ്ഞിട്ട് കാശ് പോരില്ലേ? പകുതി എത്തുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 300 മീറ്റർ നമ്മളോട് ഓടിപ്പിക്കും. ഇവൻ ഹാൻഡിൽ പിടിക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ജസ്റ്റ് തൊടിക്കും ഹാൻഡിൽ വേ. അത്രേ ഉള്ളോ? പോകുന്ന റൂട്ട് കണ്ടോ നിങ്ങൾ? വേറെ പോയിപ്പോ ജോൺസാ ഈശോ ജോതി പോപ്പല പോണ ഈ കയറ്റം കയറോടാ. എന്റെ പൊന്നെ കേറിട മക്കളെ. ജോൺസോട്ട് എടുത്താണേ. ഡാൾഡ്രാ നീ പഠിച്ചോ? ഒന്നും നോക്കല്ല. കണ്ടോ ഇവനെ പിടിച്ചേക്കണ സൈഡില് കണ്ടോ? ഇവൻ മിക്കതും നമ്മളെ എങ്ങനെയാ പറ്റിക്കാന്നറിയോ? കുറച്ച് പോയിട്ട് പറയും ഇത്ര ഉള്ളൂ. അവൻ പറഞ്ഞ മൊത്തം ചുറ്റി കാണിക്കാന്ന് പറഞ്ഞ 500 രൂപയ്ക്ക്. ജോൺ സ്കൂളിലാണല്ലോ പഠിക്കണം കേട്ടോ. ഇതേ ഓട്ടോമാറ്റിക്കാട്ടോ വണ്ടി, ഓട്ടോമാറ്റിക്കാ. ഗിയറിടേണ്ട ആവശ്യമില്ലേ, നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും നോക്കിയാൽ മതി. ചേട്ടാ മഞ്ഞിലാട്ടോ പഠിക്കണ. മഞ്ഞില് ഓഫ് റോഡ് മൈൻഡ് കഴിഞ്ഞു. ഇനി ഇത് മഞ്ഞിലേക്ക് ലൈനിൽ വന്നിട്ടുണ്ട്. ജോൺസൺ നോക്കി ഓടിക്കില്ല. പറടാ
പവറാന്ന് പറയും. കേറ്റം. ഓ കാരണേ ഞാൻ ഒരിട്ട് ഓടിച്ചിട്ടുണ്ട് അന്ന് വന്നപ്പോ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ഓടിച്ചു നോക്കിയുള്ളതോ. ഇന്നെന്തെങ്കിലും റൗണ്ട് കൂടി ഓടിച്ചു നോക്കാം. പക്ഷെ ഭയങ്കര വെയിറ്റാ നമ്മുടെ കൈമിക്ക് വരുന്നത്. ലോഡ് ഭയങ്കരമായിട്ട് വരും. കാണാ നമ്മൾ ഇത് കൂടെ പോയിട്ട് തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ വ്യൂ നോക്ക്. നല്ല പൊന്നോ, വേറെ വൈബിലില്ല. നോക്കിയാൽ ചിന്തിക്കാണ്ട് പറഞ്ഞോണ്ടില്ലേ. റിവേഴ്സ് കീറിട്ടുണ്ടോ? റിവേഴ്സ് കീറിട്ടത് യൂട്ടടിച്ചു. ഫുള്ള് കറക്കാറുള്ളതാ. പക്ഷെ ഇവൻ നൈസായിട്ട് പറ്റിക്കളി. ഞാൻ പറഞ്ഞില്ലേ 500 മീറ്റർ പോലും പോയിട്ടില്ല. ചലോ അതെ നമ്മൾ വന്ന വഴി തിരിച്ചു പോവാം. ആണോ അല്ല അപ്പം എന്തായാലും അവിടെ എത്തട്ടെ. നീ വന്ന റൂട്ടിനെ അത് കാണിക്കാൻ എന്തെങ്കിലും പുതിയതായിട്ട്. പക്ഷെ കാണിക്കാനുള്ള ഇത് പിന്നെയും കാണിക്കാൻ തോന്നുന്നൊരു ഏരിയ തന്നെ കേട്ടോ. നോക്കിയാൽ ഒരുത്തിനവിടെ മഞ്ഞൾ മുക്കിയിട്ട് ഇട്ടിട്ടുണ്ടോ. ലേഡീസൊക്കെ ഓടിക്കണ്ട കണ്ടില്ലേ, പവറാ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓടിക്കാണ്ട് പോരിക്കൂടാ. അത് യാതൊരു എക്സ്പീരിയൻസ്. സത്യം പറയല്ലോ, കൈമയ്ക്ക് വരുന്ന ബാലൻസ് ഇല്ലേ, കൈമയ്ക്ക് ഭയങ്കര വെയിറ്റ് വരും. തിരിച്ച് നമ്മളിവിടെ തിന്നിടാ. നിങ്ങളെ മേഘ നിൽക്കണണ്ട എൻ്റെ അമ്മോ. തിരിച്ച് നമ്മളിത് ഒരു റിസ്ക് ഉള്ള ടാസ്ക് കേട്ടോ. അത് മാത്രം കുറച്ച് റിസ്ക് ഉള്ളോ മെയിനായിട്ട്. വേണ്ട അത് ആളെ ഓടിക്കലോ. ഓ ഇങ്ങനെ മോനെ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ തരാ. ഇത് ഭയങ്കര അക്രമല്ലേ ഈ സാധനം ഇറക്കുന്നത്. എൻ്റെ പൊന്നോ. ഓക്കെ നിങ്ങൾ നോക്കിയ നിങ്ങൾ ഞാൻ പോണോണ്ട. ഓഫ് റോഡാ ഇതിൽ ഇറങ്ങിയിട്ട് കാണാം. ജോൺസൺ എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട് പറയും. വണ്ടി ഒന്നും പറയാല്ല. എങ്ങനെയാണ് ഫീല്? ഭയങ്കര വേന വരുന്നുണ്ട്. ഹാൻഡിൽ ഭയങ്കര കേറുമ്പോഴേ പറഞ്ഞത് ഇതിൻ്റെ അടുത്തത് കുഴപ്പമില്ല, നമുക്ക് ഓടിക്കണ്ടേ. സംഗതി ആ ഒരു എയിമില്ലേ ഓടിക്കുമ്പോ. പിന്നെ വണ്ടി വേറെ ലെവല് പവറാട്ടാ. നമ്മള് 3 പേര് എത്തിട്ട് കയറ്റാൻ അതില് പോലത്തെ 8 കയറി പറഞ്ഞ പോലെ കയറി മട്ടിച്ചാൽ മതി. ഇതിലെങ്ങനെയാ വെച്ചാൽ എത്ര വെയിറ്റിലും കയറും. അത് മാത്രമല്ല പിന്നെ മെയിനായിട്ട് നമ്മളെന്താ ഇത് ഓഫ് റോഡിനുള്ള ഒരു ഇതാവല്ലോ. വണ്ടി എന്തായാലും പോരിക, അത് ചിന്തിക്കാലില്ല. നല്ല എയിമുണ്ട്. ഓരോട്ടല്ലേ ചെയ്ത് നോക്കണത് കണ്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് അങ്ങോട്ട് പോവാനി. എന്തേ അയ്യോ അവിടെ സാധനം കാണണ്ട. മറ്റേ കോണിപ്പൊടിൻ്റെ വെച്ചൊക്കെ മുള്ളിക്ക്. അയ്യോ ഹണിമൂൺ ഫോട്ടോ സെക്ഷനാട്ടത് ഫുള്ള്. ഈ ആൻറ്റിയുടെ ഡ്രസ്സിങ് കോഡിൽ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് കാശ്മീർ ലുക്കിൽ ആണോ. വെൽക്കം സ്നോ പോയിന്റ് സോലാങ് വാലി കുളു മണാലി ആണോ. മൂടല്ലേ ജോൺസേ, മൊത്തം ഹെവി മൂടല്ലേ. പിന്നെന്താ. കുറച്ച് സ്നോ അങ്ങോട്ട് എടുക്കാം ആദ്യം. ഇത് കിട്ടില്ലേ, ഇതെടുക്കാം ആണോ. എന്നിട്ട് ഇങ്ങനെയാണ്ട് തിരുമ്പ ബോളാക്കാം അല്ല എറിയ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ ജോൺസോടെ എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടുണ്ട്. എന്നിട്ട് കഥ നോക്കട്ടെ ഞാൻ. കുറച്ച് നേരമായിട്ട് കാണാല്ലേ ചെക്കനെ. ജോൺസ് എന്തുണ്ടാക്കണ നീ? മല ശബരിമലയാണോ? അല്ലടാ ഞാനേ മറ്റേ മഞ്ഞു മനുഷ്യനുണ്ടാക്കാൻ നോക്കിയത്. അയ്യോ ഞാൻ എടുത്തിട്ട് പോയി. ഞങ്ങളെ ഗ്ലൗസ് ഒന്നും ഇട്ടില്ലേട്ടാ. മഞ്ഞുമലയിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടാ പൊട്ടിക്കുക. അല്ലാണ്ട് ഗ്ലൗ ഒക്കെ ഇട്ട് വന്നിട്ട് എന്നിട്ട് ചെയ്യാനാ. നമുക്കിനി ഇവിടുന്ന് പതുക്കെ വിടാം. കാരണം എന്താ പറയാ, ഇവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെ ഉള്ളിലേക്കൊക്കെ പോകണ്ട. സുഖറിയുണ്ട്. സുഖം നോക്കിയേ. ചെക്കൻ ഇത് പണിയണ്ട മൊത്തം കണ്ടില്ലേ. ആ ചെക്കൻ്റെ പണിയാ സെറ്റായിപ്പോ. കാരണം നമ്മൾ ഈ ഒരു മഞ്ഞിൽ നിൽക്കുമ്പോൾ കറക്റ്റ് പ്രതീക്ഷിക്കാണ്ട് തലയിൽ ഒന്ന് വീഴാ. ഉള്ളിക്കും പോയി കുറച്ച് ഒന്നറിയാത്ത പോലെ നിൽക്കണ അവൻ. എന്തിടാ മുകളിൽ വരുന്ന ഒരു കപ്പിൾസ് വരാനാണോ. ഒന്നെങ്കിൽ വീഴ്ച കാണാം. നോട്ടെ ഇതേടാ ഒരുത്തം വരുന്ന അതിൻ്റെ ഉള്ളിൽ. എൻ്റെ മോനെ ഇതേടാ ഇതാ ഞാൻ പറഞ്ഞ റോപ്പ് വേ. ഇതിൽ സാധാരണ അങ്ങനെ കയറില്ലേ. ആ കയറിയുടെ അറ്റം വരെ പോയിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടിട്ട് തിരിച്ചു വരാം. പക്ഷെ ഇപ്പോൾ അത് കൊറോണനെ ബേസ് ചെയ്ത് ക്ലോസ്ഡാ, ആരുമില്ല. പക്ഷെ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആണെങ്കിൽ ഓപ്പൺ ആയിക്കൂടല്ലോ. അത് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊറോണയുടെ ആൾക്കാരൊക്കെ സാധാരണ ഇതിനുള്ള കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു മുക്കാലായിട്ടുണ്ട്. പാരഗ്ലൈഡിങ് ചെയ്യണമെന്നുണ്ടോ. പക്ഷെ നമ്മുടെ അത്ര ഹെവി ഫണ്ടൊന്നുമില്ല. സോ നമ്മൾ ചെയ്യണില്ല. ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ കണ്ടില്ലേ ഇപ്പോഴത്
ഞാൻ പോയി. നല്ലൊരു പോർഷ് ലുക്കിൽ ഉണ്ടാക്കിയാടാ. കണ്ടാ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടാ എൻ്റെ ഉള്ളിക്ക്. കണ്ടാ ഇതിന് റോപ്പ് ഇതിങ്ങനെ പോയി 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 അറ്റത്ത് കണ്ടില്ലേ? അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ മല അവിടെ ചുറ്റി കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വിട്ടടിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. കാണുന്ന പോലെ നല്ല പിഴിയൂര് കാശിൽ. അവിടെ ചെറിയ മദ്യപാനാട്ടാ, അതിനൊന്നും സീനില്ല ഇവിടെ. ഉണ്ടോ? അപ്പോൾ ഉള്ളൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സിയിൽ പെട്ട പോലെയാ. നമുക്കിനി പതുക്കെ വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ബോഡിക്ക് ആകെ എന്താ പറയുക ഡ്രൈ ആയി. ഇനി എന്തായാലും കുടിക്കണം, അല്ലാണ്ട് ശരിയാവില്ല. നന്നായി വെള്ളം കയറണേ, അല്ലെങ്കിൽ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി തുടങ്ങി. എന്താ പറയുക തൊണ്ടയ്ക്ക് വരണ്ട് ഉണ്ടായി തുടങ്ങി. കാരണം നമ്മൾ ഇത്ര ടോപ്പിലേക്കല്ല വന്നേക്കണേ. നമുക്ക് ബൈക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് ശരിക്കും ഒരു ഫീൽ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായി. കുഴപ്പമില്ല, എന്നെ റോഡിൽ അത്ര ഹെവി മഞ്ഞൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പക്ഷേ ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. ചെക്കിങ് ബൈക്ക് അലൗഡ് അല്ലാന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസുകാർ. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെക്ക അവിടെ ഫോട്ടോ എടുത്തോളൂ നോക്കി അപ്പനെ. എന്താ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ സോലാങ് വാലിയിലുണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് വിട്ടാൻ പോവാം. കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ചും കൂടി കറങ്ങാം, തെറിക്കാം. കണ്ട ഇതിന് ഈ മറ്റേ ഈ പാരച്ചൂട്ടിട്ടാ അവരുടെ ഇതിനെ ഫോൾഡ് ചെയ്യും. നേരെ അവരെ കണ്ട ബാക്കിലേക്ക് എൻ്റെ ബാഗ് കണ്ടോ, ബാക്കിൽ അതിൽ വെച്ചിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അവർ വണ്ടി ഉണ്ടാവും. എന്നിട്ട് ആ കാണാൻ വ്യൂ പോയിന്റിൽ വെച്ചിട്ട് ചാടിക്കും. കണ്ടാ വരണേ. വെറുതെ കണ്ടില്ലേ, വെറുതെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വരെ 100-150 രൂപ വാങ്ങിട്ട് വരും. 2-3-4 ഫോട്ടോ എല്ലാവരും ഇടുന്നപ്പം കണ്ടാ പോസ് ചെയ്തിട്ട്. അയ്യോ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ എന്തായാലും. ബദാം മിൽക്ക് ഉണ്ടോ? ബദാം മിൽക്ക് ഇത് കുടിക്കാം നിനക്ക്? ചൂട് സാധനം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. വേണോ? അപ്പോൾ എയിമില്ല, എനിക്ക് എയിമില്ല. കാരണേ വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളം തന്നെ കുടിക്കണം, അല്ലാണ്ട് ഒന്നും കാര്യമില്ല. ഞാൻ വെള്ളം 1 രൂപ വെള്ളം വാങ്ങിയിട്ട് അത്രേ ഉള്ളൂ. എല്ലാവരും മാസ്ക് ഇട്ടിട്ടില്ല കേട്ടോ. കണ്ടോ ഇവരൊക്കെ നോക്കിയാൽ ഇവരൊന്നും ഈ പറഞ്ഞ പോലത്തെ സാധനം ഇട്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ കണ്ടോ അതിന് സാധനം ഉണ്ട്. സൂപ്പർലാ. ആ ഫ്രെയിം നോക്ക്, ബദാം മിൽക്ക് കുടിക്കുന്ന ഒരു വൈബ് കണ്ടോ. സെൻറ്ററിലാട്ടാ കളി കളിക്കണേ. വെള്ളം കുടിച്ചു. മാസ്കിന് കുറച്ച് നേരത്തേക്ക് വെക്കില്ലേ, കാരണേ മാസ്ക് കൂടെ ബ്രീത്ത് ശരിക്കും ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം കുറച്ച് നേരം മാസ്കിലാണ് നടക്കാം. മാസ്കിലുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ട്. അയ്യോ നമുക്ക് നൈസായിട്ട് അടിക്കാൻ ഇറങ്ങിയാലോ. കാരണം ഇതൊന്നും നീ കാണാനില്ലേ, ബാക്കി കണ്ടില്ലേ ഇതൊക്കെ തന്നെയുള്ളോ. നമുക്ക് ആ കൂട്ടി ഈ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു, അത് ഓടിച്ചു അത്യാവശ്യം. എന്താ സാർ ഇനി നമ്മൾ ജസ്റ്റ് റൗണ്ട്, ജസ്റ്റ് അതിന് കാണിക്കാനൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ഞങ്ങൾ ജസ്റ്റ് നടക്കുക, നേരെ വണ്ടിയിലോട്ടേക്ക് പോവാം. പിന്നെ ഈ ചെയ്യണ സാധനം കണ്ട, അത് ഭയങ്കര ഡേഞ്ചറാണ്. തണ്ടലൂത്തി വീഴാൻ ഭയങ്കര ചാൻസാണ്. കണ്ട കണ്ടില്ലേ, അനങ്ങാൻ പറ്റില്ല ആൾക്കൊന്നും. ഞാൻ ചേച്ചി കണ്ടില്ലേ, ഭയങ്കര ഡേഞ്ചർ വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. നോക്കി സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തെന്നി തണ്ടലൂത്തി വീഴും. അങ്ങനെ അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ലേ, കണ്ണിലേക്കല്ല ക്യാമറയിലേക്ക് നോക്കാൻ പറ്റില്ലേ. അമ്മാതിരി കണ്ണൊക്കെ ശരിക്കും ഒരു ഉറക്കം എനിക്ക് വന്നു തുടങ്ങി. പിന്നെന്താ മഞ്ഞുമലയിൽ ഇരുന്നിട്ട് മറ്റേ സാധനം ഉണ്ടാക്കണുണ്ട്, ബോൾ ഉണ്ടാക്കണ ജോൺസ്. കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്, നമ്മളപ്പം വന്ന മലയാളീസില്ലേ അവർ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കുക. അപ്പോൾ അവർ വരെ നമുക്ക് പോകാനും പറ്റില്ല, കാറിലല്ല വന്നേക്കണേ. 1500 രൂപ ഒരു സുമോയിൽ ഇവിടെ വരെ എത്താൻ. അപ്പോൾ ഞങ്ങൾ 50 700 സംതിങ് 750 രൂപ വെച്ചിട്ട് കൊടുക്കും. അതിന് കുറേന്ന് അറിയില്ല. എന്തായാലും 700 രൂപ പിടിച്ചോ, 1400 തന്നൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും അവർ പോയി വരെ എന്തായാലും 1 മണിക്കൂർ അവർ ഇതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അവിടെ നിൽക്കുന്നവർ ഈ ആൾക്കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും എന്താ വെയിറ്റ് ചെയ്യാമല്ലോ, എന്താ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ തെറിക്കും നേരെ നമ്മുടെ റൂമിലേക്ക്. അവിടെ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ട് മാൽ റോഡ് പോകും പറ്റുകയാണെങ്കിൽ. ഇരുട്ടായില്ലെങ്കിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ഇരുട്ടാവുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്ര ഈ ഒരു വാലിയിൽ വന്ന കാരണം ഇങ്ങനെ ഇപ്പോൾ സാധാരണ നമ്മുടെ റൂമിനോട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടാവും. വെയിൽ പോയിട്ടാ, വെയിൽ അങ്ങോട്ട് കുറച്ച് നീങ്ങി പോയി. കണ്ടോ ഫ്രെയിമല്ലേ, നമുക്ക് നൈസായിട്ട് വിടാം അവിടെ നിന്ന്. അങ്ങനെ നമുക്ക് ഏതേ ഇവിടുന്ന് വിടാം കേട്ടോ. കണ്ടോ ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ച് പിന്നെയും ക്ലൈമറ്റ് ഉണ്ടല്ലേ, തണവ് കൂടി മറ്റേ ഇത് പോയി, ഇത് വെയിൽ പോയി. നമുക്ക് പതുക്കെ പോവാം. നമ്മുടെ ടീം വന്നിട്ടുണ്ട്, മുമ്പിലുണ്ടവർ, അവർ ഇറക്കിറങ്ങി നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാളിലോട്ട് പോവാം, നേരെ റൂമിലേക്ക് കേട്ടോ. വണ്ടിക്കാരനെ വിളിക്കണം, നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ്. അപ്പോൾ ഒന്നുകൂടി കണ്ടോ സോലാങ് വാലി കണ്ടില്ലേ,
ഇവിടുത്തെ ആകാശത്തിനാട്ടോ ശരിക്കും ഭംഗി കൊടുക്കണം. ആകാശമാണ് ശരിക്കും ഭംഗി കൊടുക്കണം ഈ ഒരു ഫ്രെയിമിന്. ആണോ വന്നിട്ട് നല്ല ബ്ലോക്കാട്ടാ. നമ്മുടെ വണ്ടി ഇവിടുന്ന് കിട്ടാന്നറിയില്ല. ഫുള്ള് വണ്ടികൾ വരികെടുക്കും ഇവിടെ. തിരക്ക് കണ്ടില്ലേ? നമ്മൾ ഇറങ്ങിട്ടാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു. നമ്മുടെ വണ്ടി ഇതേക്ക് എടുക്കണം മുമ്പിൽ കണ്ടില്ലേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ എത്താം. ഗോപ്രോയിൽ ചാർജ് ചെയ്യാം, എന്നിട്ട് മാളിലോട്ട് പോവാം കേട്ടോ. ജോൺസേ പോവല്ലേ? അവിടെ പോവാം. കയറിയോ. അതെ, ഇവിടെ നോക്കിയപ്പോൾ ഒരു ആപ്പിൾ തോട്ടെ, പക്ഷെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അടച്ചിട്ടൊക്കെ ഉണ്ട്, നോക്കട്ടെ. സത്യം പറയാലോ ആപ്പിളിൻ്റെ തോട്ടത്തേക്ക് തന്നെ നമ്മൾ വന്നതാണ്. നമ്മൾ വിചാരിച്ചത് ചെറിയത് പ്ലമ്മാന്നാ. നോക്കി നിങ്ങൾ എടുക്കണണ്ട, ഫുള്ള് ആപ്പിളാ. ഇതൊക്കെ ആപ്പിളിൻ്റെ തോട്ടാട്ടാ. നമ്മൾ വണ്ടി നിർത്തിച്ചിട്ട് ഇറങ്ങിയതാ. കണ്ടാ ആപ്പിൾ പൊട്ടിക്കാൻ നല്ല ഇത് കാണിച്ചു കൊടുക്കടാ. അതെ ഇവിടെ ഒക്കെ ഫുള്ള് ആപ്പിളാ. ഒക്കെ ആപ്പിളാട്ടാ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ ഇതില്. ഇത് നോക്ക്, നല്ല ചുവന്ന ആപ്പിള്. നമുക്കെന്താ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ കിട്ടില്ല. ഈ ഒരു ടൈമിൽ സാധാരണ ഇതൊക്കെ കഴിയേണ്ടതാ. എന്തോ ഒരു ഭാഗ്യമാണ്. നിങ്ങൾ അടിയിൽ നോക്കിയാൽ കണ്ടാ. പിന്നെ മുകളിലേക്ക് മൊത്തം കണ്ടാ ആപ്പിളാ. കണ്ടാ ഞാൻ സൂമിൽ കാണിച്ചിട്ടുണ്ടേ. എൻ്റെ പൊന്നോ, വേറെ വൈബിലല്ലേ നിൽക്കണേ. നോക്കിയാൻ ശരിക്കും ഫ്രെയിം ഇപ്പോൾ കിട്ടുന്നുണ്ടാ ആപ്പിള്. കല്ലെടുത്ത് അറിയാടാ ജോൺസൺ. എടാ എരടാ ജോൺസേ. ദേവുണ്ട്. എന്നുണ്ട് സാധനം എറിഞ്ഞിട്ടിത് നോക്കട്ടെ. ചക്ക എറിഞ്ഞ് വീഴ്ത്തിയാട്ടാ. എന്നുണ്ട് കഴിച്ചോക്കറ തുടച്ചിട്ട് തുടക്കി വിളിക്ക. എന്നുണ്ട് വൈബല്ലേ? അങ്ങനെ ചെക്കൻ്റെ ആഗ്രഹം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരും വലിയൊരു ആഗ്രഹം കേട്ടോ. അതെ കണ്ടാ, ഈ മരത്തുമ്പോ എറിഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്ത് എറിഞ്ഞു. ഈ അവന് വീണു. എവിടെ വീണാ അതേ വീണു. ഈശ്വര, നമ്മുടെ പച്ചക്കറി മാർക്കറ്റിൽ വന്ന പോലെ ഉണ്ട്. അതെ കിട്ടിയാൽ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആപ്പിള് ഇതാണത്. ആണോ ഇതിങ്ങനെ കടിക്ക. എൻ്റെ അമ്മേ സത്യം പറയല്ലോ, കടയിൽ നിന്ന് വാങ്ങണം മായം കലരാത്ത കിട്ടില്ല ആപ്പിള്. നമ്മൾ ജസ്റ്റ് കഴിക്കണ്ടാ. ഒട്ടിച്ചിട്ട് ഇതിന് ഒരു ഭാഗ്യം തന്നെ വേണ്ടേ. അപ്പിളേതേ ആപ്പിൾ തോട്ടത്തില് ആപ്പിൾ നട്ട് നടക്കണം കേട്ടാ. കിട്ടില്ല ചേട്ടന് ബെസ്റ്റ് ആപ്പിള്. ശരി ഇറങ്ങിക്കോ. പിടിച്ചു. ബാക്കിൽ കണ്ടില്ലേ നിറച്ചിങ്ങനെ ചീഞ്ഞ് പഴുത്ത് കെടുക്ക. ഇത് മരം കണ്ടില്ലേ? ഏറിയുണ്ട്. ഈശ്വര തെറിയിട്ട് തുടങ്ങി. നമുക്ക് ഇനി ചലിക്കാം. ബാടെ ചാൻസ് പോവാ. നോക്കിയാ കെടുക്കണ ആപ്പിള്. എൻ്റെ പൊന്നോ, ഒക്കെ ആപ്പിളാട്ടാ. നമുക്കിനി മെല്ലെ വിടാം. കാരണം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ആൾ നമ്മുടെ അടുത്ത് പൊട്ടിച്ചോളം പറഞ്ഞു. പക്ഷെ കല്ലെടുത്ത് കഴിഞ്ഞ് പൊട്ടിച്ചതിന് സീനാവെന്ന് പറഞ്ഞു. സോ നമുക്ക് വിടാം അല്ലേ ജോൺസേ? പോവാ. ആപ്പിൾ തോട്ടത്തിന്റെ എഫക്റ്റ് പറഞ്ഞു കൊടുക്കും നീ. ആപ്പിൾ തോട്ടത്തിന്റെ എഫക്റ്റ് നോക്കട്ടാ. ഇങ്ങനെ എടുക്കുക കടിക്കുക. പക്ഷെ ഇത് കഴുകണം. പോവാ നമുക്ക്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ആപ്പിള് ഇല്ലാത്തൊരു സീസൺ ആയിരുന്നത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് ജോൺസേ. അല്ലെങ്കിൽ കിട്ടിയത് ഞങ്ങൾ കുറെ നോക്കി. ഓറഞ്ച് കിട്ടി, മുന്തിരി കിട്ടി, അങ്ങനെ ആപ്പിളും. ലാസ്റ്റ് ആപ്പിളും മരത്തമ്മ കയറുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അത് കാരണം അടിയിൽ കിടക്കുന്നതും കല്ലെറിഞ്ഞ് കുറച്ച് പൊട്ടിച്ചതും ചാടി പറിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ മരത്തമ്മ കയറി പൊട്ടിക്കുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി എടുത്തി. ഇതിന് വണ്ടി കണ്ടാ. അപ്പം എന്തായാലും ആപ്പിളിൻ്റെ ഒരു പുതിയ മാറി പൊട്ടിച്ച് തിന്നണമെന്ന് ഒരു ആഗ്രഹം. അത് ശരിക്കും ഇവിടെ എത്തി. ഈ ഒരു തണുപ്പിൽ പൊട്ടിച്ച് തിന്നുമ്പോൾ ശരിക്കും അതിൻ്റെ വൈബ് അറിയുള്ളൂ കേട്ടോ. നമ്മുടെ റിസ്ക് എടുത്തിട്ടൊക്കെ കയറിയ ചോദിച്ചിട്ടുണ്ട് കയറി. പക്ഷേ പൊട്ടിച്ചത് റിസ്ക് എടുത്തിട്ട് പൊട്ടിച്ചത്. എന്നാലും ഇങ്ങനെ ആ മരത്തിൻ്റെ ഒരു വൈബിൽ നിന്ന് പൊട്ടിച്ച് സ്പോട്ടിൽ തിന്നണതേ വേറെ വൈബാ. ഇതാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനുള്ള വഴി. അത് സിറ്റി. ഇവിടെ നമ്മൾ നേരെ നമ്മുടെ റൂട്ട്.
1/2 കിലോമീറ്റർ കളിച്ചിട്ട് നമ്മുടെ റൂമിൽ. നമുക്കിനി റൂമിലെത്താം. ജസ്റ്റ് ഗോപ്രോ ചാർജ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഒരു ഗോപ്രോയുടെ ചാർജ് ഉള്ളൂ കേട്ടോ, ബാറ്ററി ഉള്ളൂ. അപ്പോൾ ചാർജ് ചെയ്യുക, നേരെ മോളിലോട്ട് പിടിക്കുക. നമ്മൾ വന്ന വണ്ടി ഇതേ തിരിച്ചു പോയിട്ടോ. പിന്നെന്താ ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ആവശ്യമില്ല എന്നല്ല കേട്ടോ. ഇത്ര നേരം ഇതിലിരുന്നിട്ട് 4:30 ആയിട്ടുള്ളൂടാ. ക്ലൈമറ്റ് നോക്കി നിങ്ങൾ, ഇതാണ് ഒരു പ്രശ്നം, പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. അപ്പോൾ നമുക്കിനി അടിമടമ്പിൾ പോയി നമ്മൾ മോൾ റോഡ് പോകാനാണ് ഞാൻ കാണിച്ചതല്ലേ വരുമ്പോൾ അവിടേക്ക്. നമുക്ക് 1200 ആയിട്ടുള്ളൂ 4 പേർക്ക്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തു, 600 വെച്ച് ഡിവൈഡ് ചെയ്തു. പോകുമ്പോൾ 1500 ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു. അപ്പോൾ 1200 കിട്ടി. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുപോയെങ്കിൽ സത്യം പറഞ്ഞാൽ റിസ്ക് ഉണ്ടായിരുന്നു. വരുമ്പോൾ കുറച്ച് മഴയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും റൂമിൽ പോവാം, ചാർജിങ് ഒക്കെ ചെയ്യാം, ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക, വരാം. ചെന്ന് കയറി റൂമിൽ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചു. പിന്നെ നോക്കിയപ്പോൾ ഇതവസ്ഥ നോക്കിയാൻ, ഇരുട്ട്. അയ്യോ, ഞങ്ങളെ നൈസായിട്ട് ഇന്ന് മറ്റേ എന്താ പറയുക മോൾ റോഡ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് കണ്ടിട്ട് വരാൻ വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതെന്താ എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ നിന്ന് പണി നടക്കണ സൗണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ലേറ്റായി. പിന്നെ തണവ് കൂടി തുടങ്ങി. അത് കാരണം നമ്മളിന്ന് ഇവിടെ നിർത്താതല്ലേ നല്ലത്. ഇനി നാളെ ഒരു ടെമ്പിൾ ഉണ്ട് ഓൾഡ് മണാലിയിൽ, അവിടെ തന്നെ നമ്മൾ മോൾ റോഡും പോവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സോലാങ് വാലി അതുപോലെ കുറച്ച് ആപ്പിൾ തോട്ടങ്ങൾ അതൊക്കെയായിരുന്നു കാണിച്ചത്. ചാനലിൻ്റെ പേര് ആരും മറക്കരുതോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം, എനേബിൾ ചെയ്യുക, സപ്പോർട്ട് തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. മോൾ റോഡും അതുപോലെ ഒരു അമ്പലം. പിന്നെ നാളെ നമ്മൾ മിക്കത് ഇവിടുന്ന് വിടാൻ ചാൻസ് ഉണ്ട്, ക്ലൈമറ്റ് പോലും നോക്കിയിട്ട്. ഇത് ഈ എഡിറ്റിംഗ് ഒന്നും നടക്കാത്ത കാരണം ഈ ഒരു ദിവസം ഗ്യാപ്പിലൂടെ വരണേ. അതിനി കൂട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറ്റണില്ലേ അതാ. അപ്പോൾ നാളെ മിക്കതും മണികരൻ കസോൾ പോകാൻ ചാൻസ് ഉണ്ട്. നാളത്തെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല, പക്ഷേ എന്തായാലും നമ്മൾ നാളെ മുകളിലോട്ട് പോകും രാവിലെ. ഉച്ചയോടുകൂടി മിക്കതും മണികരൻ കയറാനാണ് ചാൻസ്, അല്ലെങ്കിൽ കസോൾ. ഓക്കെ, ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട്, 3 മണിക്കൂർ റൈഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നാളെ കാണാം.